ഹലോ കൂട്ടുകാരെ, ഞാൻ മേഴ്സി. എല്ലാവർക്കും മേഴ്സി വിനി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഞാൻ. അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എന്നെ ഫോണിൽ വിളിച്ച് എന്നെ ഒത്തിരി അപ്രിഷ്യേറ്റ് ചെയ്തു. നല്ല നല്ല കണ്ടൻറ്റ്, മറ്റുള്ളവർക്ക് ഉപകാരം വരുന്ന കണ്ടൻറ്റുകളൊക്കെ വീണ്ടും ഇടണം, അതുപോലെ എൻ്റെ കൃഷിയൊക്കെ കാണണം എന്നവർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ നെയ്ബേഴ്സൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ നട്ടിരിക്കുന്ന കൃഷികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവർക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഇപ്പോൾ പുതുതായിട്ട് അമേരിക്കയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണ് ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിത്തൊക്കെ എങ്ങനെ വിതയ്ക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ തന്നെയല്ല, എൻ്റെ ഗാർഡനൊക്കെ കാണണമെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഗാർഡൻ ഒന്നും നട്ടിട്ടില്ല. എൻ്റെ പുറകെ കാണുന്നതാണ് എൻ്റെ ഗാർഡൻ. അതെല്ലാം ഈ മഴയത്തും അതുപോലെ തന്നെ മഞ്ഞൊക്കെ വന്നപ്പോൾ എല്ലാം പോയി. എൻ്റെ റോസൊക്കെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ വീണ്ടും തളർത്ത് വന്നിട്ടുണ്ട്. റോസ് മേടിച്ച് നട്ടാൽ അമേരിക്കയിൽ പോയാലും വീണ്ടും കിളിർത്ത് വരുന്ന ഒരു പ്ലാന്റാണ്. ഇഷ്ടംപോലെ അത് പൂവും കായ്ക്കും. ഇപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം, ഇത് നിറച്ച് പൂവായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചതായിരിക്കും. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തിരി ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോയി. അത് കഴിഞ്ഞ് വീണ്ടും കിളിർത്ത് വരുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന മരത്തിന് ചുറ്റും കാണുന്ന ഇത്. അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾ ഈ വീട് വാങ്ങിച്ചപ്പോൾ തന്നെ ഈ ബിൽഡർ നട്ടുവെച്ച പ്ലാന്റാണ്. അതും മഞ്ഞത്ത് പോയി എങ്കിലും വീണ്ടും തളർത്ത് വന്നിട്ട് നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ മണി പ്ലാന്റിൻ്റെ ഒരു ഫാനാണ്. എൻ്റെ വീടിനകത്ത് ഒത്തിരി മണി പ്ലാന്റ് ഞാൻ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ മണി പ്ലാന്റ്. എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ ഇൻഡോർ ആയിട്ട് ഈ മണി പ്ലാന്റ് ചെറിയൊരു തൈ വെച്ചതാണ്. അതിപ്പോൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പൂവൊക്കെ എൻ്റെ മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഇൻഡോറിൽ വെക്കുന്നത്. പിന്നെ ഇതാണ് അടുത്ത മണി പ്ലാന്റ്. ഇത് രണ്ട് ടൈപ്പ് മണി പ്ലാന്റ് ആണ്. അത് ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു കമ്പ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇങ്ങോട്ടേക്ക് കുറേ മണിപ്ലാന്റ് ഞാൻ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മണിപ്ലാന്റിനെ വെച്ചിട്ടുണ്ട്. അത് ഈയിടെ ഞാൻ പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ചും കൂടെ വളർന്ന് വലുതായി കഴിയുമ്പോൾ അതിനെ കമ്പൊക്കെ കുത്തിക്കൊടുത്ത് അതിനെ സെറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റോസ്മേരി. ഇതിൻ്റെ കമ്പ് വെട്ടിയെടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് തലയിൽ പുരട്ടി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നതിൻ്റെ മുടി വളരെ സഹായിക്കുമെന്ന്. അതുപോലെ ഇതിൻ്റെ ഇല ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നല്ല സ്മെല്ലുള്ള ഒരു ഇലയാണിത്. നമുക്ക് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒത്തിരി ഔഷധ ഗുണമുള്ള ചെടിയാണ് റോസ്മേരി. നമ്മുടെ നാട്ടിൽ ഞാൻ റോസ്മേരി കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നാട്ടിലെ കാലാവസ്ഥയിൽ അത് വളരില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ അമേരിക്കയിൽ എല്ലാ വീട്ടിലും തന്നെ റോസ്മേരി ഉണ്ട്. അപ്പം ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസം നഴ്സറി പോയപ്പോൾ ജോസഫ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ റോസ്മേരിനെ. ഇതിന് $10 ആയിട്ടുള്ളൂ. ഇത് വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇലകളൊക്കെ എണ്ണ കാച്ചുമ്പോൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. എണ്ണ കാച്ചുമ്പോൾ അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇത് ഒരു മാജിക് ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെയുള്ളൊരു ഫ്രൂട്ടാണ് ഇത് കായ്ക്കുന്നത്. നല്ല റെഡ് കളറുള്ള ചെറി പോണക്കിരിക്കുന്ന ഒരു ഫ്രൂട്ട്. ഞാൻ സത്യത്തിൽ ഇതിൻ്റെ ഫ്രൂട്ട് കണ്ടിട്ടില്ല ഒറിജിനലി. അപ്പം ഇതിൻ്റെ പറ്റി ഇങ്ങനെ കേട്ടു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏത് കയ്പുള്ളതോ പുളിയുള്ളതോ ഒക്കെ കഴിച്ചാൽ നമുക്ക് വായിൽ മധുരം തോന്നും. ഇപ്പം പച്ചപ്പാവയ്ക്ക, കയ്പുള്ള പാവയ്ക്ക കഴിച്ചാൽ പോലും വായിൽ നമ്മൾ തേൻ കഴിച്ച പോലത്തെ മധുരമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതിപ്പോൾ അതൊന്ന് വാങ്ങിക്കണം എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ ഇവിടുത്തെ നഴ്സറിയിലൊക്കെ അന്വേഷിച്ചപ്പം അത് ഈ ഹൂസ്റ്റലിലെ നഴ്സറിയിലൊന്നും കിട്ടാനില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ഫ്ലോറിഡയിലെ നഴ്സറിയിൽ നിന്നും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ് മോൻ അത് ആമസോണിൽ ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് വരുത്തിയതാണ്. ഇതിപ്പോൾ എൻ്റെ കൈ കെട്ടിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഇപ്പോൾ സാധനം പിടിച്ചിട്ടുണ്ട്. ഇത് വന്നപ്പോൾ ഈ തളർപ്പൊന്നും ഇല്ലായിരുന്നു. ഇത് വന്നപ്പോൾ ഇപ്പോൾ ഈ 2-3 തളർപ്പെല്ലാം കൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിന് ഒത്തിരി സൂര്യപ്രകാശം ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ബാക്കിയാടി വെക്കാതെ ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒത്തിരി വലിയ മാറ്റമൊന്നും ആകില്ല എന്നാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കൂട്ടൊരെണ്ണം വീട്ടിൽ വാങ്ങിച്ചു വെക്കാം. ഒത്തിരി വിലയൊന്നുമില്ല. ഇതിന് $25 ആയിട്ടുള്ളൂ. നമ്മുടെ ഹൈറ്റ് അനുസരിച്ചാണ് ഈ ചെടിയുടെ വില അവർ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ഹൈറ്റുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ വിലയും കൂടുതലായിരിക്കും. ഇതിന് എനിക്ക് ടാക്സ് അടക്കം $25 ആയുള്ളൂ. ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പം ചിലപ്പോൾ പിടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ പൈസ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതോർത്തോണ്ട് ഞാൻ ചെറിയൊരു പ്ലാന്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ബാക്ക്യാർഡിൽ ഞാൻ എൻ്റെ കൃഷിയെപ്പറ്റിയൊക്കെ കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച മരങ്ങളൊക്കെ ഞാൻ നട്ടതെല്ലാം തളർപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ബാക്ക്യാർഡിലേക്ക് പോകാം. അങ്ങനെ ഞാൻ എൻ്റെ ബാക്ക്യാർഡിലെത്തി. ഇതാണ് എൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. നിങ്ങൾ ഈ ബാക്ക്യാർഡ് നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഇവിടെ നിന്നിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പിടിച്ചത്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ബാക്ക്യാർഡ്. ഞാൻ നട്ട ചെടികളൊക്കെ തളർത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. പിന്നെ ഇത് മുരിങ്ങയുടെ ചെടിയായിരുന്നു.
കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് നല്ലപോലെ മുരിങ്ങയിലൊക്കെ കിട്ടിയെങ്കിലും അത് മഞ്ഞ് വന്നപ്പോൾ ഉണങ്ങിപ്പോയി. പക്ഷേ അത് വീണ്ടും കിളിർക്കുന്നുണ്ട്. മുരിങ്ങയില നമുക്ക് മഞ്ഞുകാലത്ത് നട്ടാലും കുഴപ്പമില്ല, വീണ്ടും കിളിർക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇത് പ്രോമിഗ്രാനൈറ്റ് ചെടിയാണ്. നിറച്ച് ഇല ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ച് നട്ടതാണ് ജോസഫ് നഴ്സറിയിൽ നിന്നും. നിറച്ച് ഇലയുണ്ടായി കായ്ക്കാനുള്ളൊരു പരുവായപ്പോഴേക്കുമാണ് മഞ്ഞ് വന്നത്. അത് മൊത്തം ഉണങ്ങിപ്പോയി കരിഞ്ഞു പോയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഈ മഞ്ഞ് മാറിയപ്പോൾ അത് വീണ്ടും തളർത്തി വരുന്നുണ്ട്. മിക്കവാറും ഈ വർഷം ഫ്രൂട്ട്സ് കായ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഫ്യൂജി ആപ്പിള്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, ജോർജ് നഴ്സറിയിൽ നിന്ന് മേടിച്ച ജോർജ് കിഡൻ നഴ്സറിയിൽ നിന്ന് ആദ്യം മേടിച്ച ഫ്യൂജി ആപ്പിളാണിത്. വാങ്ങിച്ചപ്പോൾ ഇതിന് ഇത്രയും ഇലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിന് നല്ലപോലെ തളർപ്പൊക്കെ വന്നു. ഇപ്പോൾ ഒരു 2 ആഴ്ചയിലായുള്ളൂ ഞാൻ വാങ്ങിച്ചിട്ട്. നല്ല ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ടൊമാറ്റോ പ്ലാന്റ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ജോസഫ് നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചതാണ്. വാങ്ങിച്ചപ്പോൾ ഇതിന് പൂവൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇതിന് നല്ലപോലെ പൂ വിട്ടിട്ടുണ്ട്. ഇത് മിക്കവാറും ഒരാഴ്ച കൊണ്ട് നമുക്ക് ഫ്രൂട്ട് കായ്ക്കും. അതുപോലെ ഇതിനും ഇത് പൂ വിട്ടിട്ടില്ല. മിക്കവാറും ഇത് ഉടനെ തന്നെ പൂ വിടും. പിന്നെ ഇതിനും പൂ വിട്ടിട്ടുണ്ട്. ഈ പ്ലാന്റിനും ഞാനൊരു 3-4 ടൊമാറ്റോ പ്ലാന്റ് വാങ്ങിച്ചിരുന്നു. ഒന്ന് പിടിച്ചില്ലെങ്കിൽ മറ്റൊന്ന് പിടിച്ചോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് 3-4 വാങ്ങിച്ചത്. പിന്നെ ഡിഫറൻറ്റ് ടൈപ്പുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ചിലത് സ്വീറ്റ് ടൊമാറ്റോ ആണ്, ചിലത് വലിപ്പമുള്ള കായാണ് കായ്ക്കുന്നത്. അപ്പോൾ കായ്ച്ചു വന്നാലേ നമുക്ക് കറക്റ്റ് ഏത് തരം ടൊമാറ്റോ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ കായ്ച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീഡിയോ ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ട ബ്ലൂബെറിയാണ്. അതിപ്പോൾ ഓൾറെഡി ഇതിൽ ഫ്രൂട്ട്സ് കായ്ച്ചു. ഇത് 4 കായ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും 4 കായ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ബ്ലൂബെറിയുടെ ഫോട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നതാണ് അമേരിക്കയിൽ. ഇതാണ് അതിൻ്റെ ഫോട്ടോ. ഇത് മിക്കവാറും എനിക്ക് ഉടനെ തന്നെ ഇതിൽ ഫുള്ള് കായ്ക്കും. കാരണം ബ്ലൂബെറി ഒത്തിരി വലിയ പ്ലാന്റ് ഒന്നും ആകുന്നതല്ല, ചെറുപ്പത്തിലെ തന്നെ ഫ്രൂട്ട്സ് കായ്ക്കുന്നതാണ്. അതിന് ഞാൻ കുറച്ച് വെയിലൊക്കെ അടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഉണങ്ങിയ ചവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ മേടിച്ച വഴുതനച്ചെടി. വഴുതനച്ചെടി 2 എണ്ണം ഒന്നിച്ച് ഞാൻ നട്ട് വെച്ചു. ഒന്ന് പിടിച്ചില്ലെങ്കിൽ തന്നെ അടുത്തത് പിടിച്ചോളൂല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് ഞാൻ ഈ ഇത് പിയർ ചെടിയാണ്. അന്ന് ജോർജ് കിഡൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞ പിയർ ചെടിയായിരുന്നു. അപ്പോൾ ഇത് അങ്ങ് വളർന്ന് പൊക്കോളൂ. അപ്പോൾ ഇതങ്ങനെ വലിയ പൊക്കം വെക്കത്തില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടോട്ട് തന്നെ കുഴിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ വളമൊക്കെ കിട്ടി ഇതിനകത്ത് വഴുതനങ്ങ കായ്ക്കുകയും ചെയ്തോളും. പിന്നെ ഇതൊരു സീസൺ പ്ലാന്റ് ആണല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പോകും. പക്ഷേ പിയർ അങ്ങനെ പോകത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഞാൻ ആ വഴുതനച്ചെടി നട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു ചീനിത്തൈ ആയിരുന്നു. ഒത്തിരി മുളക് കിട്ടിയ ഒരു ചെടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനോടൊരു ഭയങ്കര ഇൻറ്റിമസി ആയിരുന്നു ഈ ചെടിയോട്. ഇത് പോയെങ്കിലും ഞാനത് കളഞ്ഞില്ല. ഇപ്പം ഞാൻ ഒരാഴ്ച മുമ്പ് നോക്കുമ്പോൾ ഇത് വീണ്ടും തളർത്ത് വന്നു. മിക്കവാറും ഇതിൽ വീണ്ടും മുളക് കായ്ക്കും. എൻ്റെ ഒരു ഫേവറേറ്റ് മുളക് ചെടിയായിരുന്നു. ഒത്തിരി മുളക് ഞാൻ ഇതിൽ നിന്നും പറിച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചീനിയാണ് ഇത്. ഞാൻ ജോസഫ് നഴ്സറിയിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം മേടിച്ചതായിരുന്നേ. ഇതും അതുപോലെ തന്നെ നഴ്സറി ഇവിടെ ഇത് നിങ്ങൾക്ക് കാണാം. ഇതേ പൂ കായ്ച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ ടൊമാറ്റോയൊക്കെ പൂ കായ്ക്കും. ഒത്തിരി കായും ഉണ്ടാകും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം പൂ കായ്ച്ചിരിക്കുന്നത്. ഇത് ടൊമാറ്റോ എനിക്ക് കായ്ച്ചിട്ടില്ല പൂവ്. സോറി, ഇതിനകത്ത് മുട്ട് ഇട്ട് വരുന്നുണ്ട്. ചെറിയ മുട്ട് വരുന്നുണ്ട്. അതും മിക്കവാറും വിരിഞ്ഞുടനെ തന്നെ ടൊമാറ്റോ കായ്ക്കും. നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ ഇട്ട് ഇവിടെ സ്പ്രിങ്കിൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1-2 ദിവസം അത് വെള്ളം ഒഴിച്ചോളും. പിന്നെ ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ പേരമരം. ഈ പേരയിൽ ഇതേ നിങ്ങൾക്ക് കാണാം, പേരയ്ക്ക ഓൾറെഡി കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പേരയ്ക്കയുണ്ട്. അതുപോലെ ഇവിടെ ഒരു പേരയ്ക്ക കായ്ച്ചിട്ടുണ്ട്. ഇത് ഉള്ള് ചുമന്നിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് പേരയ്ക്കയാണ്. ഞാൻ വേറൊരു പേര മേടിച്ചിട്ടുണ്ട്, പക്ഷെ അതേ കായ്ച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അത് അകത്തത് വെള്ളക്കളറാണ്. ഇതെൻ്റെ മോന് ചുമന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പേര മേടിച്ചത്. എനിക്കും ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടം വെളുത്ത പേരയ്ക്കയാണ്. അതുകൊണ്ട് ഞാൻ മോൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒരു റെഡും കൂടെ വാങ്ങിച്ചതേ ഉള്ളൂ. പക്ഷെ അവൻ്റെത്തിലാണ് ഇപ്പോൾ ഓൾറെഡി കായ്ച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഓറഞ്ച് മരമാണ്. ഞാനിത് കഴിഞ്ഞ വർഷം ജോസഫ് നഴ്സറിയിൽ നിന്നും മേടിച്ച് വെച്ച മരമായിരുന്നു. നല്ലതുപോലെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഇത്രയും പൊക്കത്തിൽ ഇത് വളർന്നതാണ്. നിറച്ച് ഇലയൊക്കെ ആയതാണ്. പക്ഷേ അത് മഞ്ഞുകാലം വന്നപ്പോൾ ഫുൾ ഉണങ്ങിപ്പോയിട്ട് വിറകുകൊള്ളി പരുവത്തിലായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കുമ്പോൾ ഇത് വീണ്ടും തളർത്ത് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് കണ്ടത്, വീണ്ടും തളർത്തുന്നുള്ളത്. അപ്പം ഞാൻ അതിനും കുറച്ച് ചുള്ളിക്കമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെയിലും മഞ്ഞൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഒരു 10 മണിക്ക് ശേഷത്തെ വെയിലെന്ന് പറഞ്ഞാൽ ചെടിക്കൊന്നും താങ്ങാൻ പറ്റില്ല. അതുപോലെയുള്ള വെയിലാണ്. ഇതൊരു തക്കാളത്തെ നട്ട് തുടങ്ങിപ്പോയി. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതാണ്. കിളുക്കുമെന്ന് അറിയത്തില്ല, ഇത് ഓൾറെഡി വാടിയാണ് നിൽക്കുന്നത്. അപ്പം ഇനി ഇത് ഓറഞ്ച് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജോസഫ് നഴ്സറിയിൽ നിന്ന് മേടിച്ച പേരത്തൈയാണ്. ഇതിൽ വെളുത്ത കളറുള്ള പേരയ്ക്കാണ് കായ്ക്കുന്നത്. എനിക്ക് ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞില്ല ഈ ടൈപ്പ് പേരയ്ക്കാണ് ഇഷ്ടം. ഇത് തളർത്ത് വരുന്നുണ്ട്. ഞാൻ മേടിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഇലയൊക്കെ ഉണ്ടായി. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒരു ടയർ ഇവിടെ കിടന്നത്, അതിനടുത്ത് ഞാൻ റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ചു. പിന്നെ ചുള്ളിക്കമ്പം ചുവപ്പൊന്നും ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാനൊന്നും ഇട്ടിട്ടില്ല. ഇതാണ് വേറൊരു ആപ്പിൾ മരം. ഇതിൻ്റെ പേര് അന്ന ആപ്പിൾ എന്നാണ്.
ക്രോസ് പോളിനേഷൻ നടക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ രണ്ടാമത് മേടിച്ച് വെച്ചൊരു ആപ്പിൾ തൈയാണ് ഇത്. മേടിച്ചിപ്പോൾ നല്ല പോലെ തളർപ്പുണ്ടായി, നിങ്ങൾക്ക് കാണാൻ പറ്റും. മേടിച്ചിപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയുള്ള നട്ടിട്ട് നല്ല പോലെ ഇലകളും തളർപ്പും ഉണ്ടായി. അതിന് ഞാൻ വെയിലൊക്കെ അടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഷവറൊക്കെ വെച്ചു. പിന്നെ ഈ നിൽക്കുന്നത് ചെറിയുടെ മരമാണ്. ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ച ചെറിയായിരുന്നു, നല്ലപോലെ പൂവൊക്കെ ഇട്ടതാണ്. ഇതാണ് അതിൻ്റെ പടം. പക്ഷേ ഈ ചെറി മഞ്ഞുകാലത്ത് അത് ഉണങ്ങിപ്പോയി. പക്ഷേ ഫുൾ അത് ഉണങ്ങി, വിറക് പോലെ ഉണങ്ങിപ്പോയി. ഒരു തളർക്കുന്ന ലക്ഷണങ്ങളും അതിനകത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും അത് പറിച്ച് കളയേണ്ട വരുമെന്ന് തോന്നുന്നു. എൻ്റെ ചുവട്ടിൽ ഒരു ടൊമാറ്റോ പ്ലാന്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ടൊമാറ്റോ പ്ലാന്റ് ആണ്. ഇത് നല്ല പോലെ ടൊമാറ്റോ കായ്ക്കാൻ തുടങ്ങി. 3 എണ്ണം ഓൾറെഡി കായ്ച്ചു. ഇതിപ്പോൾ പൂ ഇഷ്ടംപോലെ ഇടുന്നുണ്ട്. ഇതൊക്കെ നല്ലപോലെ ടൊമാറ്റോ പ്ലാന്റ് കിട്ടും. ജസ്റ്റ് വെള്ളം കൊടുത്താൽ മാത്രം മതി. മറ്റ് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാനിങ്ങനെ കൊടുത്തിട്ടില്ല ഇതുവരെ. ഇനി വളങ്ങളെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പറയാം, എന്തൊക്കെ വളങ്ങളാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഇപ്പം ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച എൻ്റെ മരങ്ങളൊക്കെ. ഇതൊക്കെയാണ് എൻ്റെ ഗാർഡനും എൻ്റെ കൃഷിയൊക്കെ. നിങ്ങൾ കണ്ടു കാണുമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.